ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ നമുക്കിന്ന് അധികം പണിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എങ്ങോട്ടേലൊക്കെ ഒന്ന് കറങ്ങാൻ പോകുക ഗൈസ്. എപ്പോഴും കറങ്ങാൻ പോയാൽ തന്നെ നമുക്ക് എപ്പോഴും ബോറിങ്ങാണെന്നറിയാലോ ഗൈസ്. ഒരു മിനിറ്റ്, ആരോ വിളിക്കുന്നുണ്ട്. ഹലോ, ആരാ? ജാക്കേ, ഞാനാ ഫെലിക്സ്. എടാ, നിനക്കെന്താ പറ്റിയേ? നീ എന്താ കിടന്ന് കൂവണേ? എടാ, ജംഗിളിൻ്റെ നടുക്കുള്ള വീട്ടിലേക്ക് വേഗം വാടാ, ഇവന്മാരെന്നെ എപ്പോൾ കൊല്ലും. വേഗം വാ. എന്ത് വേഗം വാ ഗായ്സ്. അവൻ എന്താ ഈ പറഞ്ഞേ ഗായ്സ്? ജംഗിളിൻ്റെ നടുക്കുള്ള വീട്ടിലേക്ക് വാ, അവന്മാരെന്നെ എന്തോ ചെയ്യുന്നു, എന്തോ പറയുന്നു ഗായ്സ്. എന്താണെന്നും മനസ്സിലായില്ല. നമുക്കേതായാലും പറഞ്ഞ സ്ഥിതിക്ക് പോയേക്കാം. ഇനി അവനവർ വല്ല കൊല്ലാൻ ശ്രമിക്കുക എന്താ വേണം, ആരാന്നറിയില്ല ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പറഞ്ഞത് ഗണ്ണൊന്നും കയ്യിൽ പിടിക്കണ്ട, ആ സമയത്ത് നമുക്ക് എടുക്കാം ഗൈസ്. നമ്മുടെ കയ്യിലെന്തായാലും ആവശ്യത്തിന് വെപ്പൺസ് ഉണ്ട്, നമുക്ക് ഇവിടെ പോയേക്കാം. എവിടെടാ ഫെലിക്സ്? ഓ, അപ്പം നീ ഫെലിക്സിന് തപ്പി വന്നതാണല്ലേ? അതെ, അല്ലാണ്ട് ഞാൻ നിന്നെ തപ്പി വരടാ. ഓ, നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട ബായ്. അവനിപ്പോൾ എവിടെയുണ്ട്? അവനെ പോലീസ് കൊണ്ടുപോയി. എന്തുകൊണ്ടുപോയിന്ന്? പോലീസാ? നീയൊക്കെ കാരണാടാ അവനെ പോലീസ് കൊണ്ടുപോയേ. നിന്നെയൊക്കെ ഞാൻ കൊല്ലടാ അവനെ. കൊല്ലാനോ? ഈ ജാക്ക് അങ്ങനെയൊന്നും ചാവത്തില്ലടാ. കൊല്ലാൻ വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവരെല്ലാവരും അടിച്ചു കൊല്ലാം ഗൈസ്. ഗണ്ണൊക്കെ ഉണ്ട്, എന്നാലും അടിച്ചു കൊല്ലണ കിട്ടുന്ന സുഖമില്ല. ഈ ഗുണ്ടു കൂടെ ഉണ്ട് ഗൈസ്, ഇവനെയും കൂടെ കൊല്ലാം. ഗൈസ്, അവൻ ചത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം ഗൈസ്. അവർ പറഞ്ഞത് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ഫെലിക്സിനെ കൊണ്ടുപോയി എന്നാണ്. അവർ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങോട്ട് എന്തായാലും ചെല്ലാം ഗൈസ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുക പോയിട്ട് ഗൈസ്. നമ്മളിപ്പം സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ചോദിച്ചു നോക്കൂ. ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. നിനക്കെന്താ പറ്റിയേ? എനിക്കൊന്നുമില്ല, നീ എന്നെ ഇവിടുന്ന് വേഗം കൊണ്ടുപോവാ ഗൈസ്. നമുക്ക് ഈ സാറിനോട് ചോദിച്ചോക്കാം. സാർ. എന്താണ്? എന്താ പ്രശ്നം? കംപ്ലൈൻറ്റ് എന്താ? കംപ്ലൈൻറ്റ് ഒന്നല്ല സാറേ, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എൻ്റെ അനിയൻ, അവനെ മര്യാദക്ക് ഇറക്കിത്തരണം. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കുവാണേ? അവനെ ഇറക്കണമെങ്കിൽ ഞാൻ പറയണ പണിയാണ്. എന്ത്? അവിടെ ഒരു പോലീസുകാർ ഇറക്കുന്നുണ്ട്, അത് മോഡിഫൈ ചെയ്തിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഗൈസ്, നമുക്കൊരു കീ തന്നിട്ടുണ്ട്. അത് ഈ കാറിൻ്റെ കീ ആണ് ഗൈസ്. അപ്പോൾ അയാൾ പറഞ്ഞത് ഈ കാറ് നമുക്ക്, ഈ പോലീസ് കാർ കേട്ടോ, ഇത് നമുക്ക് അയാൾക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ അയാൾ നമ്മുടെ ഫെലിക്സിനെ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാം ഗൈസ്. എന്തായാലും മോഡിഫൈ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒക്കെയാണ് ചെയ്തത്. നമുക്ക് സ്മോക്ക് കളറും കൂടെ റെഡ് കൊടുക്കാം. നമ്മൾ നൈട്രോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതെന്തെങ്കിലും ഓട്ടെ ഗൈസ്. നമുക്ക് വേഗം വണ്ടി എടുത്തിട്ട് പോകാം. ഇത് പറഞ്ഞൊരു മോൺസ്റ്റർ പോലീസ് കാർ പോലത്തെ ഒരു കാറാണ് ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവരെന്തായാലും ഇങ്ങനത്തെ ഒരു വണ്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ആ സാറിൻ്റെ അടുത്ത് അങ്ങ് പോവാം. സാറേ, വണ്ടി ഓക്കെ ഇല്ലേ? വണ്ടിയൊക്കെ ഓക്കെ. ഇനി അവനെ ഇറക്കിത്താ. ഒരു കാര്യം പറയട്ടെ. എന്താ സാറേ? ഫ്രീ ആയിട്ട് വണ്ടിയും കിട്ടി, ഫെലിക്സ് ഇറങ്ങാനും പോണില്ലേ? എന്ത് സാറേ? നിനക്ക് മനസ്സിലായില്ലേ? സാറേ, ഞാൻ കഷ്ടപ്പെട്ട് സാറിന് ഇത് എൻ്റെ പൈസ എടുത്ത ഉണ്ടാക്കി തന്നെ. സാർ എന്നിട്ട് എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കുന്നു. നീ ആരടാ? ഞാൻ ആരാന്നിപ്പോൾ പറഞ്ഞുതരാം സാറേ. ഇവന്മാരൊക്കെ ഞാൻ എപ്പോഴേ പറഞ്ഞില്ല, ഇവന്മാരൊക്കെ ഫ്രോഡാന്ന്. നീ എപ്പോഴാടാ പറഞ്ഞത്? എവിടെ ഉണ്ടായിരിക്കടാ? അല്ല പിന്നെ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവന്മാരെ ഇനി തീർത്തില്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. ഒരു സാറ് സത്തിട്ടുണ്ട്. ഇനി ഇവനെയും കൂടെ കൊല്ലാം. അവന്മാർക്ക് വണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുത്തല്ല, ആ വണ്ടി ഇനി വേണ്ട ഗൈസ്. അല്ല പിന്നെ ഗൈസ്, നമുക്കിനി പൂട്ട് പൊളിക്കണം. നമ്മുടെ കയ്യിൽ എന്തായാലും ഗണ്ണൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ ഗണ്ണ് വെച്ച് വെച്ച് അങ്ങ് പൊട്ടിക്കാം ഗൈസ്. അതെന്താ തുറക്കാത്ത? തുറന്ന്. നമുക്കിനി ഇവനെ കൊണ്ടുപോവാം. ഇനി വല്ല വള്ളിക്കേസിലും പോയി പിടിച്ചാൽ ഞാൻ എന്ത് കാട്ടിയിട്ടാ? ഞാൻ വെറുതെ പുറത്തേക്ക് കൂടെ നടക്കാൻ പോയതാ. നിൻ്റെ നടത്തം കുറച്ച് കൂടുണ്ട്. ആ സമയത്താണ് ഇവന്മാരെന്നെ. നീ കൂടുതലായിട്ടൊന്നും പറയണ്ട. നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങരുത്. ഞാനെന്താ നിൻ്റെ പട്ടിയാ? വീട്ടിൻ്റെ ഉള്ളിൽ കയറി എപ്പോഴും ഇരുത്താൻ. പട്ടികൾക്ക് പോലും ഉണ്ടാവും, അവരെ വരെ ആഴ്ചയിൽ ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകും. ഇത് എന്നെ മാത്രം ഇങ്ങനെ ഇരുത്തി നീ കൂടുതൽ പറയണ്ട. ഇനി നീ വീട്ടിൻ്റെ ഉള്ളിൽ കയറി പോയിക്കോ ഗൈസ്. നമ്മൾ അവനെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഫോർച്യൂണർ. ഇത് മോഡിഫൈ ചെയ്യണോ ഗൈസ്? നമുക്ക് എന്താ ചെയ്യുക ഗൈസ്? നമ്മുടെ ഇന്നലത്തെ വീഡിയോ കാണുകയാണ് ഗൈസ്. നമ്മളിതാ ഇവിടെ ഒരുത്തൻ്റെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്.
ഇവൻ കുറച്ച് ജാടക്കാരനെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. നമുക്കൊന്ന് കയറിയൊക്കെ അവിടെ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ. ഇവിടെ അധികം ആരെയും കാണുന്നില്ല. ഇതെന്ത്? ഓ, ഇത് കാർ പോർച്ചാണല്ലോ. ഗോൾഡൻ വണ്ടികളൊക്കെ ഉണ്ട് ഗൈസ്. ഇവനധികം റിച്ച് ആണല്ലോ. ഇനി അടുക്കളയിൽ ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരുമില്ല. ഇതെന്താ ബെഡ്റൂമാ? ഇവിടെ ആരുമില്ല. ഇവന്മാരൊക്കെ ഇത് എവിടെ പോയി കിടക്കാണ്? ഓ, ഇവിടെ ഏതോ ഒരുത്തൻ. ആരാ? എന്താ? എടാ, നിനക്ക് എന്നെ കണ്ട് മനസ്സിലായില്ലേ? ഞാനാണ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പെഷ്യൽ ഓഫീസർ. അയ്യോ സാറേ, എന്താ? ഞാനൊന്നും ചെയ്തില്ല. ഇവനല്ലേ ഗൈസ് അവനെ ഇറക്കി കൊണ്ടുപോയത്? എവിടാ നിൻ്റെ ചേട്ടൻ ജാക്ക്? ഓ, ജാക്ക് സാറേ, അത് അവനവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പുറത്തോട്ട് പോയതാണോ? ആ സാറേ എന്നൊന്നും ചെയ്യല്ലേ, ഞാനൊന്നും ചെയ്തില്ല. നീയൊന്നും ചെയ്തില്ലെന്നോ? നിന്നെ അറസ്റ്റ് ചെയ്തതാ. ആ ജാക്ക് ഇങ്ങോട്ട് വരട്ടെ. സാറേ ഞാനൊന്നും അല്ലാണ്ട് ചെയ്തില്ലല്ലോ. നീയൊന്നും ചെയ്തില്ല. അവനെ വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഗായ്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നീ എന്താ പേടിച്ചിരിക്കുന്നത്? അത് മേലെ ഒരു പോലീസുകാരൻ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഓഫീസറാണ്. നിന്നെ തിരക്കി വന്നതാ. ചെന്നോ. ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ട്. ഓ, താനാണോ സാറ്? ഞാൻ തന്നെയാടാ. നീ അവനെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി എന്നൊക്കെ കേട്ട്. സാറേ, ജയിലിൽ നിന്ന് ഇറക്കി തന്നെ കൊണ്ടുപോയേ. എങ്ങോട്ടാടാ നീ ഓടുന്നേ? ഇങ്ങോട്ട് വാടാ. എങ്ങോട്ടുമില്ല സാറ്. സാറിന് പടക്കം ഇട്ടുതരാനാ? അല്ല പിന്നെ. അയ്യാ ഗായ്സ്, നമ്മൾ ചത്തേ. അല്ല പിന്നെ ഗൈസ്, അങ്ങേരെ അങ്ങ് കൊന്നു കളഞ്ഞ്. തട്ടിന്ന് വെച്ചാൽ തട്ടി. അല്ല പിന്നെ. എടാ, നീ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒന്നും ഇറങ്ങിയില്ലല്ലോ. ഞാൻ എവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ? നിൻ്റെ തല അടിച്ച് ഞാൻ ഇനി പൊട്ടിക്കും. നീ അടങ്ങി നിന്നോ. അവൻ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കണം. അവനാരാ? എൻ്റെ ചേട്ടന്. അത് ഞാനാണ് അവൻ്റെ ചേട്ടൻ. എന്തേലും ആവട്ടെ ഗൈസ്, നമുക്ക് വേഗം ഒരു സ്ഥലത്തേക്കൊക്കെ പോവുക ഗൈസ്. എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളെ വില്ലേജിലേക്കാണ് പോകുന്നത്. അത് നമ്മളാദ്യം വില്ലേജിലൊക്കെ ആയിരുന്നു. ഒന്നും കൂടെ പോയേക്കാം. ഇതെന്താ ഗൈസ്? വില്ലേജിലേക്ക് പോകുന്ന വഴി വരെ ബ്ലോക്ക് ചെയ്ത് പോലീസുകാർ നിൽക്കുകയാണ്. എന്തിനാണ് ഇതിൻ്റെ അർത്ഥം? സാറേ, എന്താ സാറേ, പോലീസാണോ? ഇല്ലടാ, പട്ടാളാ. എന്തേ, നിനക്ക് കണ്ടിട്ടെന്താ തോന്നണേ? കണ്ടിട്ടൊന്നും തോന്നില്ല സാറേ. നീ അത്ര കുഴപ്പക്കാരനൊന്നല്ലല്ലോ. കുഴപ്പക്കാരൻ? നീ എന്താ വിചാരിച്ച എനിക്ക് നിന്നെ അറിയത്തില്ലെന്നോ? ഞാൻ ഒന്ന് സാമ്പിൾ ഇട്ട് നോക്കിയതല്ലേ. നീ ജാക്കല്ലേടാ, ജാക്ക്. എവിടെയുള്ള ലൈസൻസ്? എന്നാ സാറേ, ലൈസൻസൊക്കെ കറക്റ്റാണ്. നീ ഇവിടെ നിന്ന് ഇനി പോകത്തില്ല. അങ്ങോട്ട് വഴിയില്ല. ഓ സാറേ, അതെന്താ സാറേ അങ്ങനെയൊക്കെ ഉണ്ട്. ആര് പോയാലും നീ ഇവിടെ നിന്ന് പോകത്തില്ല. നിന്നെയും കൊണ്ട് ഞങ്ങൾ പോയി. എങ്ങോട്ടാടാ വണ്ടി എടുത്ത് പോകുന്നത്? ഇവിടെ നിൽക്കടാ. സാറേ, വണ്ടി ഒന്ന് മാറ്റിച്ചോ. എന്തിനാ വണ്ടി മാറ്റിച്ച്? അത് ഇത് പൊട്ടിക്കുമ്പോഴേ എൻ്റെ വണ്ടി കൂടെ പൊട്ടു. അയ്യോ, അവിടെയും കുറച്ച് പോലീസുകാരുണ്ട് ചോദിച്ചാൽ. ഗൈസ്, അവന്മാരൊക്കെ ചത്ത്. അല്ല പിന്നെ, ഇതെവിടുന്ന? അവന്മാരും നമ്മൾ തീർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇവരും പോട്ടെ. എല്ലാവരും ചാട്ടെ. ഓ ഗൈസ്, നമ്മുടെ വണ്ടി എത്തി. പക്കടോ. അയ്യാ, എടോ, അവരെ പിടിക്കണോ? അങ്ങനെയൊന്നും ജാക്കിനെ പിടിക്കാൻ പറ്റില്ല. അയ്യോ, അവന്മാർ പക്കവട പറയാൻ നിൽക്കണേ. പക്കവട തന്നെ അല്ലേ ഗൈസ്? പക്കവടയാണെന്ന് തോന്നുന്നു. അതെന്തെങ്കിലും ആവട്ടെ. നമുക്ക് ഇപ്പം എല്ലാ പോലീസുകാർക്കും ഒന്ന് ഇനി വില്ലേജിലേക്ക് ഏത് വണ്ടി എടുത്ത് പോകും ഗൈസ്? ഈ പോലീസുകാരോട് ഉണ്ടല്ലോ, നമുക്ക് ഇത് കണ്ട് പോവാം. അയ്യോ, യവന്മാരാരാണ്? ഇവന്മാർക്ക് മതിയായില്ലേ ഗൈസ്? ഹലോ സാർമാരെ. ഹലോ, നിൻ്റെ അടുത്ത് ഹലോ പറയാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങളിവിടെ വന്ന് നിന്നേ. നീ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കത്തില്ല മോനെ. ഇറങ്ങണ വണ്ടിയിൽ. പോലീസുകാർ വണ്ടി കിടന്ന് അഭ്യാസം കാണിക്കുന്നോ? സാറേ പറഞ്ഞാൽ മനസ്സിലായി. എന്താ കാണിക്കുന്നത്? എന്താ? ഇന്ന പിടിച്ച സാർ. അല്ല പിന്നെ. എല്ലാ സാറുമാരെ കൊന്ന് എല്ലാത്തിനും എല്ലാം കുറച്ചെണ്ണം അവിടെ നിൽക്കണ്ട്. ഒന്നും ചെയ്യരുത്, അവനെ പിടിക്ക്. പിടിക്കാൻ മാത്രം നിങ്ങൾ ചത്തില്ലേ ഇപ്പോൾ? അല്ല പിന്നെ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസും ആൻഡ് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് അതെല്ലാവരും ഒന്ന് പോയിട്ട് കാണുക. ആൻഡ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ആ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണുന്നവരെ ഗുഡ് ബൈ.